ഒരുപക്ഷെ ജനറൽ ആസ്പെക്ട്സിൽ പരിചയമുള്ളവർക്ക് പോലും അത് പറയാൻ സാധിക്കും. സിൽവർ മാക്സിമം വരണം. സിൽവർ മാക്സിമം വരുന്ന 3 ചോയ്സ് ഉണ്ട്. എന്താണ് ആനോഡ് മെറ്റീരിയൽ, എന്താണ് കാത്തോഡ് മെറ്റീരിയൽ, എന്താണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, എന്താണ് ആനോഡിലെ റിയാക്ഷൻ, കാത്തോഡിലെ റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ, അപ്ലിക്കേഷൻ, ഇത്രയും ഭാഗങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. കണ്ടക്ടിവിറ്റി കാപ്പ given 0.012 into resistance 50 ohm. Hi children, welcome back to another video. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കീം 2025 പരീക്ഷയിൽ വന്ന 6 സെഷനിലായിട്ട് വന്നിട്ടുള്ള 2 ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് കേട്ടോ. റിഡോക്സ് റിയാക്ഷൻ എന്ന 11th സ്റ്റാൻഡേർഡ് ടോപ്പിക്കും ഇലക്ട്രോ കെമിസ്ട്രി എന്ന 12th സ്റ്റാൻഡേർഡ് ടോപ്പിക്കും. എല്ലാവർക്കും അറിയാം ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ 2 ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. റിഡോക്സ് റിയാക്ഷൻ ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, അതിലെ ചോദ്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അതിന് മുൻപായിട്ട് ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് വൺസ് അഗെയിൻ മാസ്റ്റർ കീം 2026 ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ് ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളെ കുറിച്ച് ഒരു വാക്ക്. 2 കാറ്റഗറി ഓഫ് ബാച്ചസ് ആണുള്ളത്. ഒന്ന് CBSE സ്റ്റുഡൻസിനുള്ള ക്ലാസ്സസ് മാർച്ച് 13-ാം തീയതി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതേസമയം ബാച്ച് 2 കാറ്റഗറി വരുന്നത് സ്റ്റേറ്റ് സ്റ്റുഡൻസിന്, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ്. അത് മാർച്ച് 18-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ് മാസ്റ്റർ കീം 2026 എന്ന ക്യാപ്ഷൻ ശ്രദ്ധിക്കുക. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആ കോഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രോഗ്രാം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. അല്ലെങ്കിൽ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്യാം. അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭ്യമാക്കാവുന്നതാണ്. റൈറ്റ്. അപ്പോൾ കീം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഒരുപക്ഷെ ഇതുവരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ലാത്ത മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുമോ ഇപ്രാവശ്യം എന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കീമിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു പോസിബിലിറ്റി തന്നെയാണ്. കാരണം വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ കുറച്ച് ഒരു എബവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ഒഴിച്ചാൽ ബാക്കി എല്ലാം ഈസി മോഡറേറ്റ് ലെവലിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് മനസ്സിരുത്തി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കടന്നുകൂടാവുന്ന പരീക്ഷയാണ് കീം. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി ഇതുമായി ആവശ്യം വരുന്ന കുട്ടികളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, ഫ്രണ്ട്സിലേക്ക്, റിലേറ്റീവ്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കാനും എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ +1 +2 ട്യൂഷൻ ക്ലാസ്സുകൾ ഓരോ വിഷയത്തിനും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി, ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കുമുള്ള +1 സ്റ്റുഡൻസിനും അതുപോലെ +2 സ്റ്റുഡൻസിനും ഉള്ള ട്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു NCERT കവറേജ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മുടെ സൈറ്റിലും ആപ്പിലും ഒക്കെ ലഭ്യമാണ്. അത് എല്ലാവർക്കും വിനിയോഗിക്കാവുന്നതാണ് കേട്ടോ. നൗ ലെറ്റ്സ് സ്വിച്ച് ഓൺ ടു ദ ഡിസ്കഷൻ. ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഓർഡർ ഓഫ് കണ്ടക്ടിവിറ്റി ഇൻ സീമെൻസ് പെർ മീറ്റർ എന്നാണ്. കുറേ മെറ്റൽസിൻ്റെ ഓർഡറിലാണ് തന്നിരിക്കുന്നത്. NCERTയിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. NCERT എവിടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഡയറക്റ്റ് ഇൻഫർമേഷനാണ്. എല്ലാവരും ആ ടേബിള് ഒന്നെടുത്ത് പരിചയപ്പെടുക. ഇറ്റ് ഈസ് ടേബിൾ 2.2 ഓഫ് NCERT. ടേബിൾ
2.2 ഓഫ് NCERT എല്ലാവരും എടുത്തു നോക്കുക. അവിടെ കുറേ മെറ്റൽസിൻ്റെ, അതുപോലെ സെമി മെറ്റൽസിൻ്റെ, അതുപോലെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ എല്ലാം കണ്ടക്ടിവിറ്റി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ആ ടാബുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ്, ഒരുപക്ഷെ ജനറൽ ആസ്പെക്ട്സിൽ പരിചയമുള്ളവർക്ക് പോലും അത് പറയാൻ സാധിക്കും, സിൽവർ മാക്സിമം വരണം. സിൽവർ മാക്സിമം വരുന്ന 3 ചോയ്സ് ഉണ്ട്. സിൽവർ കഴിഞ്ഞു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് വരേണ്ടത് കോപ്പർ ആണ്. അപ്പോൾ 2 ചോയ്സ് ഉണ്ട്. ആൻഡ് കോപ്പർ കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അയൺ. ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. 1ാമത്തെ ചോയ്സ് ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് അയൺ ലെസ് ദാൻ സോഡിയം, ലെസ് ദാൻ കോപ്പർ, ലെസ് ദാൻ സിൽവർ. And you can verify that data also. അയണിൻ്റെ ഡാറ്റ വരുന്നത് 1 × 10⁻3 എന്ന റേഞ്ചിലാണ്. 1 × 10⁻3 ആ റേഞ്ചിലാണ് അയണിൻ്റെ വാല്യൂ വരുന്നത്. അതേസമയം സോഡിയത്തിൻ്റെ വാല്യൂ വരുന്നത് നിയർലി 2 × 10⁻3 എന്ന റേഞ്ചിലാണ്. അത് കഴിഞ്ഞ് കോപ്പറിൻ്റെ വാല്യൂ വരുന്നത് നിയർലി 5 × 10⁻3 എന്ന റേഞ്ചിലാണ്. മാക്സിമം സിൽവർ ആണ് വരുന്നത്. ഇറ്റ് ഈസ് നിയർലി 6 × 10⁻3 എന്ന റേഞ്ചിൽ, സീമെൻസ് പെർ മീറ്റർ, ആ റേഞ്ചിലാണ് വാല്യൂസ് ഉള്ളത്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടാബുലേറ്റഡ് ഇൻഫർമേഷൻ അവൈലബിൾ ടേബിൾ 2.2 ഓഫ് NCERT ഇലക്ട്രോ കെമിസ്ട്രി. ആ ടേബിൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടാവും, ശ്രദ്ധിക്കാത്തവരുണ്ടാവും. ആ ടേബിൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഇനിയുണ്ട് ഗ്രഫൈറ്റ്, അതുപോലുള്ള ഗ്ലാസ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇതിൻ്റെ എല്ലാം കണ്ടക്ടിവിറ്റി ഡാറ്റ അവിടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. NCERTയുടെ നൂക്ക് ആൻഡ് കോർണർ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടെ നമുക്ക് എപ്പോഴും കാണേണ്ടതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദി മോളാർ കണ്ടക്ടിവിറ്റി λm ഓഫ് അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എത്ര എന്നാണ് ചോദ്യം. λ0 തന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആൽഫ ഈക്വൽ ടു λm/λ0 എന്നാണ്. ഈ ഫോർമുല എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാണ് വിശ്വാസം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ മോളാർ കണ്ടക്റ്റൻസ് വേഴ്സസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ്, ആൻഡ് ആൽഫ ഈക്വൽ ടു molar conductance at a particular concentration divided by limiting molar conductance, that is λ0. It is lambda at infinite dilution. ആ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. എത്രയാണ് വരെ പറയൂ? 78.1 അല്ലേ? 78.1. രണ്ടുപേരും യൂണിറ്റ് ഒക്കെ സെയിം അല്ലേ? അതെ. ഡിവൈഡഡ് ബൈ 390.5. 8×5 it is nearly 1/5 അല്ലേ? It is 1/5. That is 0.2 is the answer. 0.2 is the answer. Option 4 is the correct answer. Option 4 is the correct answer. ആ ഡാറ്റ പരിശോധിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ആൽഫ ഈക്വൽ ടു λ/λ0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ പറയുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, ദ EMF ഓഫ് ദ സെൽ അറ്റ് 298 Kelvin ആണ് ചോദ്യം. E0 സെൽ തന്നിട്ടുണ്ട്. 2.303 RT/F വാല്യൂ തന്നിട്ടുണ്ട്. അപ്ലൈ Nernst ഇക്വേഷൻ. E സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് ഇത്രയും ഡാറ്റ അവൈലബിൾ ആണ്. 0.06/n log കോൺസെൻട്രേഷൻ ഓഫ് ഏതാണ്? Mg2+. കോൺസെൻട്രേഷൻ ഓഫ് Mg2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിൽവർ സ്ക്വയർ എന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ. പലപ്പോഴും പലരും തെറ്റിക്കുന്ന ഒരു ഭാഗമാണത്, മനസ്സിലാക്കുക. ഇതാണ് സെൽ റിയാക്ഷൻ. Mg കൺവേർട്ടഡ് ടു Mg2+. Mg converted to Mg2+ and 2Ag plus converted to 2Ag. ഇതാണ് സെൽ റിയാക്ഷൻ.
and it will be log product by reactant, product Mg2+ divided by reactant എഴുതുമ്പോൾ Ag+ എന്ന് എഴുതിയാൽ പോരാ, Ag+ സ്ക്വയർ ചെയ്യണം. ഒത്തിരി പേര് തെറ്റിക്കാറുണ്ട് ആ ഒരു ഭാഗം, അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. Okay, so what will be the data? E naught is available 3.17 minus 0.06 by n equal to 2 ആണ് കേട്ടോ. n equal to 2 log Mg2+ എവിടെ മക്കളെ 10 power minus 1 ആണ്. 10 power minus 1 divided by ഇത് 10 power minus 3 അല്ലേടാ, 10 power minus 3 സ്ക്വയർ ചെയ്യണം കേട്ടോ. So that will be 10 power minus 1 divided by 10 power minus 6. So 10 power minus 5. അപ്പോൾ 10 power 5 ആവും. Log 10 power 5 എന്നാ വരിക കേട്ടോ. So it is 3.17 minus 0.06 by 2, 0.03 ആയി into log 10 power 5 എന്ന് പറയുമ്പോൾ 5 എന്ന് വരും. So it is 3.17 minus 0.03 into 5. That is 3.17 minus 0.15. എന്ത് വരും? 0.15. 3.02 ശരിയല്ലേ? ഇവിടെ 2, ഇവിടെ 0, ഇവിടെ 3. So it is 3.02 എന്ന തേർഡ് ചോയ്സിലേക്ക് ലാൻഡ് ചെയ്യണം. That is the correct answer. അപ്ലൈ അപ്ലിക്കേഷൻ ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ. അപ്ലിക്കേഷൻ ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്, പക്ഷെ അവിടെയും തെറ്റിക്കാനുള്ള ചില എലമെന്റ്സ് ഉണ്ട്. പല പ്രാവശ്യം ഇത് തെറ്റിച്ചിട്ടുള്ള മക്കളുണ്ടാവും. അവര് ഒന്ന് സ്വയം ആ ഭാഗം മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഐ റിപ്പീറ്റ്, ഇ സെൽ ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 0.06 by n ലോഗ്. ഇത് തെറ്റിക്കുന്നവരുണ്ട്, ശ്രദ്ധിക്കാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷൻ ഇങ്ങനെ നടക്കും. ആൻഡ് ഫൈനലി യു ഗെറ്റ് 3.02 ഓപ്ഷൻ 3 എന്നതിലേക്ക് ലാൻഡ് ചെയ്യും. വൺസ് അഗെയിൻ ഞാൻ മുൻപ് പറഞ്ഞതാണ്, ഈ പവറൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന മക്കളുണ്ട്. അതൊക്കെ സില്ലി മിസ്റ്റേക്സ് ആണ്. വലിയ സംഭവങ്ങളൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്യും. ടഫായിട്ടുള്ള പല ചോദ്യങ്ങളുടെയും ആശയങ്ങളും സബ്സ്റ്റിറ്റ്യൂഷനും എല്ലാം ഗംഭീരമായിട്ട് ചെയ്യും. പക്ഷേ എലിമെൻ്ററി ആയിട്ടുള്ള ചില ഭാഗങ്ങൾ അത് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് കൊണ്ടാവാം, ശ്രദ്ധയില്ലായ്മ കൊണ്ടാവാം, അങ്ങനെ തെറ്റിക്കുന്ന മക്കൾ അവരുടെ ആ ഒരു പാർട്ട് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട സമയമാണ്. അത് ശ്രദ്ധിച്ചോളാം കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം കേട്ടോ, ശ്രദ്ധിക്കാം. The electrolyte used in lead storage battery is. That's a factual question, direct question. Third choice, textbook വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഓരോ ബാറ്ററിയെ കുറിച്ച് നമുക്ക് ആ ബാറ്ററിയുടെ സെഗ്മെന്റ് മൊത്തം മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. പ്രൈമറി സെല്ലിൽ ട്രൈ സെല്ല്, മെർക്കുറി സെല്ല്, സെക്കൻഡറി സെല്ലിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെല്ല്, ആ ഭാഗങ്ങളെല്ലാം, അതുപോലെ ഫ്യൂവൽ സെല്ല്, ഇത്രയും സെല്ലുകളുടെ ഡീറ്റെയിൽസ് മക്കളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. എന്താണ് ഡീറ്റെയിൽസ് പഠിക്കേണ്ടത്? എന്താണ് ആനോഡ് മെറ്റീരിയൽ, എന്താണ് കാത്തോഡ് മെറ്റീരിയൽ, എന്താണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, എന്താണ് ആനോഡിലെ റിയാക്ഷൻ, കാത്തോഡിലെ റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ, അപ്ലിക്കേഷൻ, ഇത്രയും ഭാഗങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അവിടെ പഠിക്കുന്ന ഒരു കാര്യമാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് 38% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ പഠിക്കുന്നതാണ് അല്ലേ? റൈറ്റ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. In the following reaction, again it seems application of Nernst equation. Calculate E cell, E naught cell തന്നിട്ടുണ്ട്, ചെയ്യാം. Again repeating question ആണ് കേട്ടോ. E cell equal to E naught cell minus 0.0591 by n equal to 2 ആണ്. Log zinc copper couple ആണ് കേട്ടോ. So it is zinc 2+ concentration divided by Cu2+ concentration. E naught cell തന്നിട്ടുണ്ട് 1.1 volt minus 0.0591 by 2 log zinc 2+ concentration 10⁻³ ആണ്
ഡിവൈഡഡ് ബൈ കോപ്പർ കോൺസെൻട്രേഷൻ 10 പവർ മൈനസ് 1 ആണ്. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ 10 പവർ മൈനസ് 2 എന്ന് കിട്ടും. ലോഗ് 10 പവർ മൈനസ് 2 -2 ആണ്. സോ ഇറ്റ് ഈസ് 1.1 മൈനസ് 0.0591/2 ഇൻറ്റു -2 എന്ന് വരും. സോ കാര്യങ്ങളെല്ലാം സിമ്പിളായി, മൈനസ് എല്ലാം പോയി. സോ ഇറ്റ് ഈസ് 1.1 പ്ലസ് 0.0591, that is 1.1591. That will be the answer. 1.1591, that will be the answer. ഏതാ? തേർഡ് ചോയ്സ് അല്ലേ? തേർഡ് ചോയ്സ്. ഇപ്പോൾ പൊതുവെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഡാറ്റ ബേസിസിൽ ഡാറ്റ തരുന്നത് എല്ലാം വളരെ ലളിതമായിട്ടുള്ള ഡാറ്റ തന്നിട്ടുണ്ട് എന്നുള്ളത് പൊതുവെ നമുക്ക് കാണാൻ പറ്റും. വളരെ അപൂർവമായിട്ടേ കുറച്ച് ഒരു മാനിപ്പുലേഷൻസ് വരുന്ന ചോദ്യങ്ങൾ കണ്ടുള്ളൂ കേട്ടോ. സോ വൺസ് അഗെയിൻ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് നേൺസ് ഇക്വേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, ആറാമത്തെ ചോദ്യം. For which of the following electrode reaction standard electrode potential is highest at 298 Kelvin? The ions are present in aqueous solution. അപ്പോൾ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ചോദ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ഒരു ധാരണയുണ്ടോ? ഇതാണ് ചോദ്യം. ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ? എന്താണ് ധാരണ? ഹൈഡ്രജൻ ആർബിട്രറിലി ഫിക്സഡ് ആസ് 0. ഹൈഡ്രജൻ്റെ മുകളിലുള്ളവരെല്ലാം പോസിറ്റീവ്. ഏറ്റവും ടോപ്പിൽ ടെക്സ്റ്റിൽ ഒന്ന് ആ മറ്റേ ചാപ്റ്റർ കണ്ടന്റിൽ തന്നിരിക്കുന്ന ടേബിളിൽ ഏറ്റവും ടോപ്പിൽ ഫ്ലൂറിനാണ്. ഇനി ബുക്കിൻ്റെ അവസാന ഭാഗത്ത് വേറൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലൂറിൻ്റെയും മുകളിൽ ഒരാളുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോർമലി ഫ്ലൂറിൻ, അതുപോലെ ലോവസ്റ്റ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലിത്തിയം പ്ലസ് ആണ്. ലിത്തിയം പ്ലസ് ഏറ്റവും താഴെ കിടക്കുന്നു, -3 വോൾട്ട് ആണ്. ഫ്ലൂറിൻ ഏറ്റവും മുകളിൽ കിടക്കുന്നു, F2 കൺവേർട്ടഡ് ടു F മൈനസ്, ഹയസ്റ്റ് പ്ലസ് 2.87 2.9 വരുന്ന ഒരു വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഫ്ലൂറിൻ ഏറ്റവും മുകളിൽ, ഫ്ലൂറിൻ്റെ മേളിൽ കിടക്കുന്ന ഒരാൾ ഉൾപ്പെടുന്ന ഇലക്ട്രോ കെമിക്കൽ സീരീസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് അനക്ഷറിൽ ആ ഭാഗത്ത് എവിടെയുണ്ട്. അതും കൂടെ അറിഞ്ഞ് പെർക്സെനേറ്റോ മറ്റോ അത് +3 ഫ്ലൂറിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ കൊബാൾട്ട്, ക്ലോറിൻ, പെർമാംഗനേറ്റ്, ഫ്ലൂറിൻ, ഒരു സംശയവുമില്ല. ഫോർത്ത് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ വിച്ച് ഗോട്ട് എ വാല്യൂ +2.9 ആ റേഞ്ചിൽ 2.9, ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് വൺ. പെർക്സെനേറ്റ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. ഇതിൽ പെർക്സെനേറ്റ് വന്നാൽ ഇയാളുടെ മുകളിൽ പോകും കേട്ടോ. അപ്പോൾ ഇയാളുടെ താഴെയാണ് ബാക്കി എല്ലാവരും. ഇയാളുടെ താഴെയാണ് ബാക്കി. ക്ലോറിൻ വരുന്നത് ഇതിൻ്റെ താഴെയാണ്, അതിൻ്റെ താഴെയാണ് ബ്രോമിൻ, അതിൻ്റെ താഴെയാണ് അയഡിൻ വരുന്നത്. അപ്പോൾ ഇയാളാണ് ഏറ്റവും ടോപ്പിലുള്ളത്. സോ ദ പോയിന്റ് ഈസ് വെരി സിമ്പിൾ. ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ കുറിച്ച് ഒരു സാമാന്യ ധാരണ നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി ഓൺ ടോപ്പ്, ഇറ്റ് ഈസ് ഫ്ലൂറിൻ. ഇനി മിനിമം ചോദിച്ചിരുന്നുവെങ്കിൽ ലിത്തിയം പ്ലസ് മിനിമത്തിൽ വരാം, ലിത്തിയം പ്ലസ്, അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following statement is incorrect for the concept of oxidation? Addition of oxygen correct ആണ്, ആൻസർ അല്ല. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ കറക്റ്റ് ആണ്, ആൻസർ അല്ല. ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് കുറയുക, തെറ്റല്ലേ? ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് കൂടുക, അത് ആൻസർ ആണ്. So third choice is the correct answer. Third choice. What about fourth choice? Decrease in number of negative charge. Number of negative charge കുറയുക, ഓക്സിഡേഷൻ ആണ്, കറക്റ്റ് ആണ്. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ അതും ആൻസർ അല്ലേ? ഇൻകറക്റ്റ് ഫോർ കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ. നോക്കാം. അഡീഷൻ ഓഫ് ഓക്സിഡേഷൻ കറക്റ്റ് ആണ്. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ കറക്റ്റ് ആണ്. ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് തെറ്റാണ്. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ് ഓക്സിഡേഷൻ. ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് കറക്റ്റ്. നെഗറ്റീവ് ചാർജ് കുറയുക, ഇലക്ട്രോൺ ലൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഇതും കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റാണ്.
റിമൂവൽ ഓഫ് ഇലക്ട്രോൺ കറക്റ്റ് ആണ്. ഇതെല്ലാം ഓക്സിഡേഷന് കറക്റ്റ് ആണ്. ആൻസർ ഈസ് തേർഡ് ചോയ്സ്, മൂന്നാമത്തെ ചോയ്സ് കിട്ടും. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഓക്കെ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്നും ആൻസർ അല്ല. ലൂസിംഗ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് oxidation. Removal of electron is called oxidation. Okay. Adding of electron is called reduction. So, third choice. Adutha chodyam. Which of the following is once again incorrect എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കറക്റ്റ്, ഇൻകറക്റ്റ്, ട്രൂ, ഫോൾസ് വരുമ്പോൾ തെറ്റിക്കുന്ന മക്കൾ ഒന്നുകൂടെ മനസ്സ് ഏകാഗ്രമാക്കി വെച്ചിട്ട് വേണം ആൻസർ കീ ക്ലിക്ക് ചെയ്യുന്നതിന്, ആൻസർ കീ കൊടുക്കുന്നതിന് മുൻപ് ഒന്നുകൂടെ ഏകാഗ്രമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നോക്കാം. ഇൻകറക്റ്റ് ഫോർ ദ കോൺസെപ്റ്റ് ഓഫ് റിഡക്ഷൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ ആണ്, കറക്റ്റ് ആണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ ആണ്, കറക്റ്റ് ആണ്. അഡീഷൻ ഓഫ് ഇലക്ട്രോൺ, addition of electron, adding electron reduction alle. Adding electron is, losing electron is oxidation. Losing electron is called oxidation. Adding electron is called reduction. Adum ശരിയല്ലേ? നമുക്ക് ഇൻകറക്റ്റ് വേണം. Decrease in oxidation number, decrease in oxidation number, അതും കറക്റ്റ് അല്ലേ? Removal of electron, removal of electron is oxidation. ഇതാണ് ആൻസർ. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. നമ്മുടെ ചോദ്യം റിഡക്ഷനെ കുറിച്ചാണ്, റിഡക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ക്ലാസിക്കൽ ഐഡിയ ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആഡിങ് ഓക്സിജൻ ഓക്സിഡേഷൻ, ആഡിങ് ഓക്സിജൻ റിമൂവിങ് ഹൈഡ്രജൻ, ആഡിങ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്, റിമൂവിങ് ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്, ലൂസിങ് ഓഫ് ഇലക്ട്രോൺ, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇതാണ് ഓക്സിഡേഷൻ. ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് അതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റിമൂവിങ് ഓക്സിജൻ, റിമൂവിങ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്, ആഡിങ് ഹൈഡ്രജൻ, ആഡിങ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്, എന്താ പറയുക, ലൂസിങ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ ആണെങ്കിൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് റിഡക്ഷൻ. ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് റിഡക്ഷൻ. പിന്നെ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ദാറ്റ് ഈസ് റിഡക്ഷൻ അല്ലേ? ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷൻ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ റിഡക്ഷൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇൻകറക്റ്റ് ഫോർ കോൺസെപ്റ്റ് ഓഫ് റിഡക്ഷൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ ആണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ ആണ്. അഡീഷൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ ആണ്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ റിഡക്ഷൻ ആണ്. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്സിഡേഷൻ, ഇറ്റ് ഈസ് നോട്ട് റിഡക്ഷൻ. ഓക്കെ, ഫൈൻ. അടുത്ത ചോദ്യം. ആൻഡ് ദാറ്റ് സീംസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് അവസാനത്തെ ചോദ്യമാണ് അല്ലേ? റൈറ്റ്, നോക്കാം. 9ാമത്തെ. The conductivity kappa of a decinormal solution of KCl is 0.012. The resistance of cell containing this solution was found to be 50 ohm. Cell constant is, very simple question, no? Cell constant G star എല്ലാവർക്കും ഓർമ്മയുണ്ടാവണം, ഈക്വൽ ടു കാപ്പ ഇൻറ്റു റെസിസ്റ്റൻസ് എന്നാണ്. എത്രയാണ് കാപ്പ? conductivity kappa given 0.012 into resistance 50 ohm. So how much it is? 0.12 into 5 അല്ലേ? 0.12 into 5 അപ്പോൾ 10 6 0.6 അല്ലേ? 0.6 ഏതാ ചോയ്സ് വരിക? പെർ സെന്റിമീറ്റർ. യൂണിറ്റ് ഒക്കെ കറക്റ്റ്, എല്ലാ യൂണിറ്റ് സെയിം ആണല്ലോ. 0.6. ഫിഫ്ത്ത് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. 9ാമത്തെ ചോയ്സ്, ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പോൾ ഇവിടെ റിഡോക്സ് റിയാക്ഷനും ഇലക്ട്രോ കെമിസ്ട്രിയും കൂടെ ഒരു 10 ചോദ്യങ്ങളോളം ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആവറേജ് ഒരു ചോദ്യത്തിൻ്റെ അടുത്താണ് ഈ 2 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. റിഡോക്സിൽ നിന്ന് ഒരു ചോദ്യം, അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ഒരു ചോദ്യം. ആ ലെവലിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക, ബേസ്ഡ് ഓൺ 2025 എക്സാമിനേഷൻ പാറ്റേൺ.
അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ വരാം. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ചിലപ്പോൾ 1-2 ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളും പ്രതീക്ഷിക്കണം. എനിവേ, നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് റിഡോക്സ് റിയാക്ഷൻ ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ 2025 കീം എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനാണ് നമ്മൾ കണ്ടത്. മറ്റ് കൂടുതൽ വീഡിയോസിലൂടെ മറ്റ് ചാപ്റ്ററിലെ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കീം പരീക്ഷയിൽ 2025 നടന്ന 6 സെഷനിലായിട്ട് നടന്ന പരീക്ഷയിലെ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളും ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന സീരീസ് ഓഫ് വീഡിയോയുടെ അടുത്ത ലക്കത്തിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ, സീ യു, ടേക്ക് കെയർ.